ഇന്നൊരു ഫ്രീ ഡിലേ പ്ലഗിനാണ് നമ്മൾ നോക്കുന്നത്. ഫ്രീ ആണ്, ഫ്രീ വെയർ ആണ്. അതിൻ്റെ ലിങ്ക് എന്തായാലും താഴ്ത്തി ഞാൻ ഇടാം. ഞാൻ ഡിലേ യൂസ് ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡിലൊരു ഡിലേ ടൈം ഉണ്ടാവും. എനിക്കത് പെട്ടെന്ന് അച്ചീവ് ചെയ്യണം. അതാണ് എൻ്റെ ഉദ്ദേശം ഡിലേ എന്ന് പറയുമ്പോൾ. അല്ലാണ്ട് ഭയങ്കര പ്രിസൈസായിട്ട് അതിനകത്ത് ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും പേഴ്സണലി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഏത് ടൈമിലാണ് എനിക്ക് ഡിലേ വേണ്ടത് അത് സെറ്റ് ചെയ്യുക, മറക്കുക. പിന്നെ അതിനെ തോണ്ടാനൊന്നും അതിനെ ട്വീക്ക് ചെയ്യാനൊന്നും ഞാൻ പോകില്ല. സോ ഈ പ്ലഗിൻ ബേബി ഓഡിയോ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബേബി ഓഡിയോൻ്റെ വേറെ പ്ലഗിൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ ഫ്രീ പ്ലഗിനാണിത്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ എടുത്തു നോക്കിയതാണ്. എനിക്കിങ്ങനെ ഡിലേൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ ഫ്രീ പ്ലഗിൻ കണ്ടപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ ബേസിക്കലി ഇതിനകത്ത് ഉള്ളത് ബേസിക് ഒരു ഡിലേ പ്ലഗിൻ തന്നെയാണ്. ഇവിടെ ടൈം നമുക്ക് മാറ്റാം. എന്ന് വെച്ചാൽ ഡിലേ ടൈം ഇവിടെ ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് UI വലുതാക്കാനുള്ള ഓപ്ഷനില്ല, എൻ്റെ അറിവിലില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഇവിടെ സ്ട്രെയിറ്റ്, ഡോട്ടഡ്, ട്രിപ്ലറ്റ്, ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്വാർട്ടർ നോട്ട്, 8th നോട്ട്, 16th നോട്ട് അങ്ങനെ നമുക്ക് വാല്യൂ മാറ്റാം. ടൈം അത് ടെമ്പോ ആയിട്ട് സിങ്ക് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് ടെമ്പോ സിങ്ക് ഡിലേ കിട്ടും. നമ്മൾ മറ്റേ ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. മിക്കവാറും എല്ലാ ഡിലേയിലും ഉണ്ടാകും. പിന്നെ ഡോട്ടഡ് ഉണ്ട്. ഒബ്വിയസ്ലി ഡോട്ടഡ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രിപ്ലറ്റ് ഉണ്ട്. ട്രിപ്ലറ്റ് വാല്യൂ സാധാരണ എല്ലാം ഉള്ള മാതിരി തന്നെ. പിന്നെ ഫ്രീ ഉണ്ട്. നമുക്ക് മില്ലി സെക്കൻഡ് വെച്ചിട്ട് ചെറുതായിട്ട് ട്വീക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു രസമുള്ളൊരു ഐഡിയ ഉണ്ട്. ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ട്. ഇത് എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമൊന്നുമല്ല, പക്ഷേ ഒരു ഫ്രീ പ്ലഗിനിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ വേണ്ട ഒരു ടോണാലിറ്റി ഉള്ള ഡിലേ അച്ചീവ് ചെയ്യാൻ എനിക്കിത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഫ്രീക്വൻസി എന്ന് തോന്നുന്നു ഒരു ഉദ്ദേശിച്ച്, അല്ലാണ്ട് വിഡ്ത്ത് എനിക്കറിയില്ല. സ്റ്റീരിയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ, അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു ലോ കട്ട് ഹൈ കട്ടൊക്കെ പോയിട്ടൊരു അനലോഗ് മോണോ സൗണ്ട് വരെ എനിക്ക് തോന്നി. സോസി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സാച്ചുറേറ്റഡ്, ഇച്ചിരി ഒരു ഫ്ലെയിഞ്ചറോ അങ്ങനെ എന്തൊക്കെ ഒരു എഫക്റ്റും കൂടി ചേർത്തിന് സാധനം. ചീപ്പ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു നോയ്സും നിങ്ങൾ ഇട്ടപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. ഇച്ചിരി ഒരു നോയ്സും ഒരു വോബിള്, ഒരു ടേപ്പ് ഡിലേക്ക് പോലത്തെ ആ ഒരു ടൈപ്പ് സൗണ്ട് ഫ്ലേവറായിട്ട് അങ്ങനെ ഒരു ഭാഗമുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ടൈം ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ. പിന്നെ ഒരു പിങ് പോങ് എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ട്. അത് ഒബ്വിയസ്ലി പിങ് പോങ് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ഫീഡ്ബാക്ക് അറിയാലോ, ഫീഡ്ബാക്ക് എന്താന്ന്, ഡിലേ എത്ര വേണമെന്നുള്ളത്. പിന്നെ ഈ ഭാഗത്ത് നൈസായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഡ്രൈവറ്റ് നോബ് ഉണ്ട്, പക്ഷേ 2 നോബായിട്ടാണെന്നുള്ളത്. വെറ്റും ഡ്രൈയും 2 സെപ്പറേറ്റ് നോബായിട്ടാണെന്നുള്ളത്. അതെനിക്ക് എന്തിനാ അങ്ങനെ സെപ്പറേറ്റ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ ഡ്രൈവറ്റ് നോബ് ഉണ്ട്. സോ വെറ്റിൻ്റെ ലെവൽ ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക, ഡ്രൈൻ്റെ ലെവൽ ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്കതിൻ്റെ അങ്ങനെ 2ആയിട്ട് തരുന്നതിൻ്റെ ഉദ്ദേശം എനിക്കിപ്പോൾ ഒന്നും തോന്നണില്ല. അതിൻ്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഒരു സാധനം ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഡക്കർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. എന്ന് വെച്ചാൽ നമ്മൾ ഡിലേയും റിവേർബൊക്കെ ചില സമയത്ത് നമ്മൾ സൈഡ് ചേഞ്ച് ചെയ്തിട്ട് കംപ്രഷൻ വെച്ചിട്ട് ഒറിജിനൽ സിഗ്നൽ ഉള്ളപ്പോൾ ഇല്ല, എന്നിട്ട് ഗ്യാപ്പിൽ വരുമ്പോൾ ഡിലേയോ റിവർബോ അങ്ങനെ ത്രോ ചെയ്യുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യലുണ്ടല്ലോ. അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്തിട്ട് ചെയ്യും. സെൻഡ് ആ സമയത്ത് ഇങ്ങനെ കൂട്ടുക, അങ്ങനെ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി മെനക്കെട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയായിരുന്നു ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുന്ന പരിപാടി. എനിക്കും പണ്ട് ഇഷ്ടമില്ല. ഞാൻ ഈ സൈഡ് ചെയിൻ വെച്ചിട്ട് ഡക്ക് ചെയ്യുന്ന പരിപാടി ചെയ്യും. ഒറിജിനൽ സിഗ്നൽ വരുമ്പോൾ ഡക്കാവും. സിഗ്നൽ നിന്ന് കഴിഞ്ഞാൽ ആ ടെയില്, ആ ഡിലേൻ്റെ ടൈലോ അല്ലെങ്കിൽ റിവേർബിൻ്റെ ടൈലോ പൊന്തി വരുന്ന ആ സാധനം അതൊരൊറ്റ നോബിൽ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് റിലീസ് ടൈമും കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് അത് ആവശ്യം വരും, ആ ഡക്ക് ചെയ്യുന്നതിൻ്റെ ആ റിലീസും മറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഫ്രീ പ്ലഗിൻ ആയതുകൊണ്ട് അതൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് അങ്ങനത്തെ ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ നോബിൽ ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. മിക്കവാറും ഞാൻ പറഞ്ഞാൽ ഞാൻ ഡിലേ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു സാധനം ഞാൻ സെറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനത് തൊടാനൊന്നും പോകില്ല. അപ്പോൾ ഈ
പ്ലഗിൻ എനിക്ക് ഒബ്വിയസ്ലി നല്ല വാല്യൂ ആയിട്ടാണ് തോന്നി, കാരണം ഫ്രീ ആണ്. സോ ഇതിൻ്റെ ഈ 3 ഫ്ലേവറും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ബാക്കിയൊക്കെ സിമ്പിൾ സാധാരണ ഡിലാരി. ആ ഡക്കറും കാണിച്ചു തരാം ഞാൻ. സോ ആ രോമലിൻ്റെ ഒരു വോക്കലുണ്ട്, ഞാൻ വോക്കലിനകത്ത് ഇട്ട് കാണിച്ചു തരാം ഈ ഓരോ ഫ്ലേവർ. ആദ്യം ഫ്ലേവർ നോക്കാം, പിന്നെ നമുക്ക് ഡക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കാം. ബാക്കി എല്ലാം ഡിഫോൾട്ടാക്കി. അനലോഗ് അടുത്തത്. ഒരു ഇച്ചിരി ഫ്ലൈഞ്ചി സൗണ്ടും ഉണ്ട്, മോണോ ആണ്. അങ്ങനത്തെ ഒരു ലോ കട്ട് ഹൈ കട്ട് ഒട്ടും ഒരു മിഡ് റേഞ്ച് മാത്രമുള്ള ഒരു അനലോഗ് സൗണ്ട്, വാം എന്നൊക്കെ പറയണ ആ ഒരു ടൈപ്പ് സൗണ്ട്. വൈഡ് നിങ്ങൾ കേട്ടപ്പോൾ കേട്ടൊരു വൈഡ് ഇതാ ഒന്നുകൂടി കേട്ടോ. ഒബ്വിയസ്ലി സ്റ്റീരിയോ ഡിലേ ആണ്. അതേമാതിരി തന്നെ ഓൾമോസ്റ്റ് ഫുൾ ഫ്രീക്വൻസി റേഞ്ചും ഉണ്ട്. ഒരു അടഞ്ഞ ആ ഒരു മിഡ് റേഞ്ച് മാത്രമൊന്നുമില്ല. അപ്പോൾ അതാണ് വൈഡ്. അനലോഗ് എന്ന് പറയുമ്പോൾ മോണോ ടൈപ്പ്. സോഴ്സ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ബ്രൈറ്റ് സാച്ചുറേറ്റഡ് പ്ലസ് എന്തോ ഫേസറോ ഫ്ലെയിഞ്ചറോ അങ്ങനെ എന്തോ ഉണ്ട്. യാ അതന്നെ, എന്തൊക്കെയുണ്ട് അതിനകത്ത്. പിന്നെ ചീപ്പ്, ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ലോ ഫൈ ടൈപ്പ് ഡിലേ കിട്ടണമെന്നുണ്ടെങ്കിൽ ചീപ്പ് ഇട്ടാൽ മതി. കേട്ടു വെക്ക്. ഒരു ടേപ്പ് നോയ്സ് പോലത്തെ ഒരു സൗണ്ടും കൂടി വരുന്നുണ്ട്. ഒരു അതിൻ്റെ ആ ഒരു കാസറ്റ്, പഴയ കാസറ്റുള്ള ഒരു സാച്ചുറേഷൻ പോലത്തെ ഒരു സൗണ്ട് അത് നൈസായിട്ടുണ്ട്. ഞാൻ മിക്കവാറും അത് കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ പിങ് പോങ് ഡിലേ അനലോഗിലിട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് വരുമായിരിക്കണം. പിങ് പോങ് ഡിലേ പേര് പോലെ തന്നെ അത് ചെയ്യുന്നുണ്ട്. ഡക്കർ കാണിച്ചു തരാം, അതാണ് നമ്മളെ മെയിൻ സാധനം. കണ്ണും ചിമ്മാതെ എങ്ങോ പായാനെന്നുള്ളം തുളുമ്പുന്നിതാ, ആരും കാണാതെ ആരും കേൾക്കാതെ ലോകം കാണാനെന്നുള്ളം വിതുമ്പുന്നിതാ. ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പ്ലഗിനെന്താ കാണിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണം. പക്ഷേ ആ ഡക്കറിൻ്റെ ഉദ്ദേശം അതാണ്. എന്നുവെച്ചാൽ ഒറിജിനൽ സിഗ്നൽ വരുമ്പോൾ താഴും പൊന്തും. അതിൻ്റെ അറ്റാക്ക് റിലീസ് ടൈം കിട്ടിയാൽ നല്ലതായിരുന്നു. പക്ഷേ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റില്ല. സോ ഫ്രീ പ്ലഗിനാണ് ബേബി ഓഡിയോ എന്നുള്ള. ഞാൻ ലിങ്ക് താഴ്ത്തരാം, ഇഷ്ടമെങ്കിൽ പോയി എടുത്തോളൂ. യാ താങ്ക്സ്.